നമ്മൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഇത്രയും ദിവസമായി 10-12 ദിവസമായി ഇതുവരെ ഒരു അയവും വന്നിട്ടില്ല. ഇന്നലെയാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെ ഇപ്പോൾ ടെഹ്റാനിലേക്ക്, ഇറാന്റെ തലസ്ഥാനത്തേക്ക് ഇസ്രായേലിന്റെ മിസൈൽ വർഷമാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ഫോർദോ ആണവ നിലയം തന്നെയാണ്. ആ ഫോർദോയിലേക്ക് 3-ാം തവണയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ജയിലുകൾക്ക് നേരെയും മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഇന്ന് നടക്കുന്നുണ്ട്. അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇറാൻ വിദേശകാര്യമന്ത്രി കണ്ടു എന്നുള്ളതാണ്. ഗൂഗിൾ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നുണ്ട്. ഗൂഗിൾ, വളരെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നതെന്നാണ് വിവരം. ടെഹ്റാനിലടക്കം പുകച്ചുരുളുകൾ ഉയരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയമാണ് ഹൈഫയിൽ ഉണ്ടായ സ്ഫോടനം, അത് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ടാണ് മിസൈൽ പതിച്ചത് എന്ന് IDF വ്യക്തമാക്കുന്ന കാഴ്ചയും കൊണ്ട് എന്താണ് നിലവിൽ സംഭവിക്കുന്നത്? എവിടേക്കാണ് കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്? ഇസ്രായേൽ അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം മുൻപോട്ട് പോവുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് ഫോർദോ ആണവ നിലയം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വീണ്ടും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. കാരണം കഴിഞ്ഞ 2 തവണയും ബങ്കർ ബസ്റ്റർ ബോംബുകൾ അടക്കമിട്ട് തകർത്ത കേന്ദ്രമാണ്. ഇന്ന് വീണ്ടും ദീർഘദൂര ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും തകർക്കുകയും ചെയ്തു. അത് മുൻപോട്ട് പോകുന്നത്, അതായത് ഇത്തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുക ഇസ്രായേലിനെ തന്നെയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ബോധത്തിൻ്റെ പുറത്താണ് വീണ്ടും തകർക്കാനുള്ള ശ്രമവുമായി മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ IDF അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത് ടെഹ്റാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ, അതായത് തലസ്ഥാനം അടക്കമുള്ള നഗരങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈവിൻ ജയിലാണ്. ഈ ജയിലിനെ സംബന്ധിച്ചിടത്തോളം 1972 മുതൽ പ്രവർത്തിക്കുന്ന ജയിലാണ്. 79-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഈ ജയിൽ, അതായത് രാഷ്ട്രീയ തടവുകാരുടെ കേന്ദ്രമായി മാറുകയും അത് അത്രത്തോളം തന്നെ ഒരു നൊട്ടോറിയസ് കേന്ദ്രമായി മാറി എന്നുള്ളതാണ്. മൊസാദ് ഏജന്റുമാർ അല്ലെങ്കിൽ മൊസാദ് ചാരന്മാർ ഈ ജയിലിലുണ്ട് എന്ന് പലപ്പോഴായി തന്നെ ഇറാൻ തന്നെ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ അമേരിക്ക ബോംബിട്ട് തകർത്തതിന് ശേഷം പല ചാരന്മാരെയും പിടികൂടിയെന്നുള്ള അവകാശവാദം ഉണ്ടായിരുന്നു. ചിലരെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ഇവരിൻ ജയിലിലാണ് ഇത്തരത്തിൽ ആളുകളെ, രാഷ്ട്രീയ തടവുകാരെ, മാധ്യമ പ്രവർത്തകരെ, മനുഷ്യാവകാശ പ്രവർത്തകരെയൊക്കെ താമസിച്ചിരിക്കുന്ന ജയിലുകളാണ്. ഗൂഗിൾ, എന്തായാലും വളരെ ശക്തമായ നിലയിൽ ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നു. അതേസമയമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാര്യ സാറ നെതന്യാഹു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുന്നത് ഇസ്രായേലിന്റെയും ഇറാന്റെയും പതാകകൾ പുതച്ച 2 സിംഹങ്ങളെ പുറകിൽ നിന്നുള്ള AI ചിത്രത്തോടുകൂടി. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങളുടെ യുദ്ധം അവിടുത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ്. വി ബിലീവ് ഇൻ എ ഫ്യൂച്ചർ ഓഫ് പീസ്, ഫ്രീഡം ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ അവർ പീപ്പിൾസ് എന്നാണ്. പക്ഷേ